അവർക്ക് വേണമെന്ന് വെച്ചിട്ടല്ല, പക്ഷെ ദേഷ്യം വരികയാണ്. യൂണിവേഴ്സിന്റെ എനർജി ഹാപ്പിനെസ് ആണ്, ലവ് ആണ്. എൻ്റെ കുഞ്ഞിന് അത് സാധിക്കുമോ, എൻ്റെ കുഞ്ഞിന് ഇത് നടക്കുമോ, അല്ലെ എൻ്റെ കുഞ്ഞ് എന്തായിത്തീരും, കുട്ടിക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ വരും. അങ്ങനെ എക്സാമ്പിൾസ് ഉണ്ട്, ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ ഹീലിംഗ് നടക്കുമ്പോൾ കുഞ്ഞിന് അത് നല്ല രീതിയിൽ ഭവിക്കുന്നു, നല്ല രീതിയിലേക്ക് വരുന്നത്. പിന്നെ കുട്ടികൾക്ക് നമുക്കിപ്പോൾ ഹീലിംഗ് കൊടുക്കുന്നതിന് പകരം അവരുടെ അമ്മമാർ ഹീൽ ചെയ്താൽ മതി. നമ്മൾ ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന ഈ ട്രോമകള് അതിൽ എപ്പോൾ മുതലാണ് നമുക്ക് ഹീലിംഗ് കൊടുക്കാൻ സാധിക്കുക? എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊപ്പം ഉണ്ടാകും. യെസ്, ആ പ്രൊട്ടക്റ്റഡ് ആണോ എന്നുള്ളൊരു ഫീലിംഗ്, അതാണ്. അമ്മ എങ്ങനെ ഫേസ് ചെയ്യുന്നു അതാണ് കുട്ടി എടുക്കുന്നത്. ഇതിനെ എങ്ങനെ ഫേസ് ചെയ്താൽ മതി. ആ സമയത്ത് ട്രിഗറായി ആ സമയത്ത് അവിടേക്ക് പോയി ആ രീതിയിൽ ആക്ട് ചെയ്യുകയും ചെയ്തു. പെട്ടെന്ന് ഒരു ദിവസം ഈ പെൺകുട്ടി എന്തോ പറഞ്ഞതിന് ഈ ആൺകുട്ടി ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു. ഇതിനെ എടുത്തിട്ട് അടിച്ച് ശരിയാക്കി ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇതിനെ ഉപദ്രവിച്ചു. ട്രിഗറായത് ആ പോയിന്റ്. അപ്പോഴേ അതങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ആക്ഷൻ എടുക്കണം, ഇതാണ് അതിന്റെ പ്രതിവിധി എന്നാണ്. ഈ കുട്ടി ഇതിനകത്ത് കിടക്കുമ്പോൾ തന്നെ ഇതിന് ഫിയറാണ്, റിജക്ഷനാണ്. ഞാൻ പെൺകുട്ടിയാണ്, അവരാഗ്രഹിക്കുന്നത് ആൺകുട്ടിയാണ്, ഞാൻ പുറത്തു വന്ന് എന്തായിരിക്കും സ്ഥിതി. നമ്മുടെ പുരാണത്തിൽ പറയണ അഭിമന്യു, അതെ, ചക്രവ്യൂഹത്തിൽ കയറി നമുക്കറിയാമല്ലോ. ഹീൽ ചെയ്തു, മാറ്റം ഉണ്ടായി. അപ്പൊ അവര് ഭയങ്കര ഹാപ്പിയാ, കുട്ടി ഭയങ്കര സ്നേഹമാണ്. കാരണം അവിടെ അമ്മയാണ് ചെയ്തത്, അമ്മയോടാണ് പറഞ്ഞത്. അത് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചു. കാരണം അമ്മയാണ് റിലേഷൻഷിപ്പിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ അമ്മയാണ്. എല്ലാ റിലേഷൻഷിപ്പിന്റെ ബേസ് മദറാണ്. ആ മദറുമായിട്ടുള്ള അത് കിട്ടാതെ വരുമ്പോൾ അങ്ങനെ വന്നും ചിലപ്പോൾ കുഞ്ഞുങ്ങളോട് എളുപ്പമുണ്ടാകും. പക്ഷേ കുഞ്ഞിനൊന്നും അറിയില്ല. ഇത് കുഞ്ഞിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കും. കാരണം കെയർ മുഴുവൻ കുട്ടിക്കാണ് പോകുന്നത്. അപ്പൊ ഇത് ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ കേട്ടൊരു ചോദ്യമാണ്. മാം, ഇപ്പോൾ നമ്മൾ ഈ ഗർഭിണികളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പണ്ടുള്ള കാലത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ എന്താ പറയാ, വളരെയധികം പാമ്പർ ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ ഗർഭിണിയാവുമ്പോൾ. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയല്ല. ഗർഭിണിയായി അവരുടെ ഡെയിലി റൂട്ടീൻ വലുതായി ഒന്നും ചേഞ്ച് ആവുന്നില്ല, ഉള്ള പണികളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ തന്നെ പോകുന്നു. പക്ഷെ നമ്മൾ ഈ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങള് ഗർഭസ്ഥാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ ബ്രെയിനിലേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ മെന്റൽ തോട്ട്സ്, അതല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, ഇതെല്ലാം ഫീഡ് ആവും എന്നുള്ളത്. അതെങ്ങനെയാണ് അവരുടെ സ്വഭാവത്തെ എഫക്ട് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വൂമ്പിൽ വരുമ്പോൾ തന്നെ ചുറ്റുപാട് നടക്കുന്നത് അമ്മയുടെ എമോഷൻസ് ഒക്കെ, അത് സയന്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ പുരാണത്തിൽ പറയണ അഭിമന്യു, അതെ, ചക്രവ്യൂഹത്തിൽ കയറി നമുക്കറിയാമല്ലോ. അതിനകത്ത് പ്രവേശിക്കുന്ന കാര്യം വരെ കേട്ടിട്ടുള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെ ഭേദിക്കണം എന്ന് പറയാതെ ഇല്ല, തിരിച്ചിറങ്ങാനുള്ളത് അറിഞ്ഞില്ല, അവിടെ സ്റ്റോപ്പ്, അവിടെ ആ ഒരു കഥ തീരുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതേപോലെ തന്നെയാണ് അത് നമ്മുടെ അമ്മയുടെ ഇമോഷൻ ആയാലും ചുറ്റുമുള്ളവർ പറയുന്ന കാര്യങ്ങളായാലും എല്ലാം ഈ കുട്ടി പിടിച്ചെടുക്കും. അതിനൊരു ലൈഫ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ 1-2 കാര്യങ്ങൾ പറയാം. എനിക്കറിയാവുന്ന ഒരു കുട്ടി ഫുൾ വെജിറ്റേറിയൻ ആണ്. അത് മറ്റാഹാരങ്ങളൊന്നും കഴിക്കില്ല. കുറച്ച് ആദ്യം മുട്ട കഴിക്കുമായിരുന്നു, പിന്നെ അത് ഫുള്ളായിട്ട്. അപ്പം ഇങ്ങനെ അതിൻ്റെ ഒരു ഫാദറിനോട് സംസാരിച്ച് വന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചു, എന്താണ് ഈ കുട്ടി ഇങ്ങനെയാണോ, വെജിറ്റേറിയൻ ആയിരുന്നു? അപ്പോൾ പറഞ്ഞ് ആദ്യം അവൾ മുട്ട ഇങ്ങനെ കുറച്ച് കഴിക്കുമായിരുന്നു, പിന്നെ അങ്ങ് അത് സ്റ്റോപ്പായി, ഇപ്പം തീരെ ഇതാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ഈ മോളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആ സമയത്ത് ഇവർ കുറച്ച് പുരാണപരമായ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടായിരുന്നു. കുറച്ച് ഗീത കേൾക്കുക, എഴുതുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടായിരുന്നു. ഫുൾ ആ ഒരു കുറേ ടൈം ഇങ്ങനെ ഒരു 5-6 മാസം അവരൊരു പ്രോസസ്സിലായിരുന്നു. അപ്പം അത് കഴിഞ്ഞാണ് ഈ കുഞ്ഞുണ്ടാവുന്നത്. അപ്പോൾ ഓൾറെഡി അവൾ വന്നപ്പോൾ തന്നെ അതുകൊണ്ട് ആ കുട്ടി കുറച്ച് സ്പിരിച്വലായിട്ട് കണക്റ്റഡുമാണ്. എന്ത് കാര്യങ്ങളും കുറച്ചുകൂടി ആ ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് ചിന്തിക്കുന്നത്. അപ്പം അന്ന് ആ കുട്ടിയുടെ അമ്മ ചെയ്ത കാര്യമാണ് അതെ, അത് കറക്റ്റായിട്ട്. ഇപ്പം നമ്മൾ നല്ലത് വായിക്കണം, നല്ലത് ചെയ്യണം. ഇപ്പം കൂടുതലും നമ്മൾ പരിശോധിച്ചാൽ അറിയാം, ഈ ഫോണിനൊക്കെ അഡിക്റ്റഡ് ആവുമെന്ന് പറയുന്നത് അതിപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ശരിക്ക് ഇവർ ഈ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് റെഗുലർ ഫോൺ യൂസ് ചെയ്തവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഫോണിലേക്ക് തന്നെ പോകും. ഓക്കെ, അത് നമുക്ക് ശരിക്കും അവിടെ മനസ്സിലാക്കാൻ പറ്റും. അവരെന്താണോ ഇപ്പോൾ ഈ ഭയങ്കര ഹൊററായിട്ടുള്ള ഫിലിമുകൾ, ഹൊററായിട്ടുള്ള ഫിലിമൊക്കെ പോയി കാണുമ്പം അമ്മ ആ ഇമോഷൻ എടുക്കുകയാണ്. ആ ഇമോഷന് കൂടെ അമ്മ പോകുന്ന സമയത്ത് അതേ സമയം ആ കുഞ്ഞും പോവും, അത് കുഞ്ഞ് അബ്സോർവ് ചെയ്യുകയും ചെയ്യും. അതേപോലെ വേറൊരു സംഭവം നമുക്ക് പറയാനുള്ളത്, ഈ ആൺകുട്ടിയെ വെയിറ്റ് ചെയ്തും പെൺകുട്ടിയെ വെയിറ്റ് ചെയ്തും ഒക്കെ ഇരിക്കുന്നവരുണ്ട്. പ്രഗ്നൻ്റ് ആകുമ്പോൾ തൊട്ട് ഇത് ആൺകുട്ടിയാണ് അല്ലെങ്കിൽ ഇത് പെൺകുട്ടിയാണെന്ന് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇപ്പം ആൺകുട്ടിയെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ പ്രസവിക്കുന്ന സമയത്ത് പെൺകുട്ടിയാണെന്ന് വെച്ചോളൂ. ഈ കുട്ടി ഇതിനകത്ത് കിടക്കുമ്പോൾ തന്നെ ഇതിന് ഫിയറാണ്, റിജക്ഷനാണ്. ഞാൻ പെൺകുട്ടിയാണ്, അവരാഗ്രഹിക്കുന്നത് ആൺകുട്ടിയാണ്, ഞാൻ പുറത്തു വന്ന് എന്തായിരിക്കും സ്ഥിതി.
ഇനി ഇത് ജനിച്ചു കഴിഞ്ഞാലോ ഇവരെന്ത് ചെയ്യും? ഈ കുട്ടിയെ ആൺകുട്ടിയായിട്ട് വളർത്താൻ ശ്രമിക്കും, ഡ്രസ്സിങ് ഇടുകയൊക്കെ കുറെ. അപ്പൊ ഈ കുട്ടിക്കൊരു റോളുണ്ട്, ജെൻഡർ റോൾ, ഫെമിനൈൻ എന്ന് പറഞ്ഞ അല്ലേ, മസ്കുലൈൻ അല്ല ഫെമിനൈനാണ്. പക്ഷെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനെ റിജക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു റോളിനെ, ഫെമിനിറ്റിയെ റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി ഫാമിലി ലൈഫിലേക്കൊക്കെ വരുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് പോകും. കാരണം ആൺകുട്ടിയായിട്ട് ആക്ട് ചെയ്യാനായിരിക്കും ഇഷ്ടം. ആൺകുട്ടികൾ ചെയ്യുന്ന ആ മസ്കുലിൻ എനർജി എന്ത് ചെയ്യുന്നു അത് ചെയ്യാനായിരിക്കും ഈ കുട്ടിക്ക് താല്പര്യം. പക്ഷെ തിരിച്ചാണ് ഫാമിലി വരുമ്പോൾ നമ്മൾ പറയാം, നമ്മളുടെ മാസ്കുലിൻ ഫെമിനൈനൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഏത് റോളാണോ എടുത്തിരിക്കുന്നത് അതായിരിക്കും നമ്മൾ കൂടുതൽ. രണ്ടിനും രണ്ടാണ്. മറ്റൊരു പവർ ആണെങ്കിൽ ഫെമിനൈൻ എനർജി നർച്ചറിങ് ആണ് വരുന്നത്, അല്ലേ? ഇത് ക്ലാഷ് ആവും. അപ്പൊ പിന്നെ അവരുടെ ഫാമിലി ലൈഫിൽ പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെയാണ് മറ്റൊരു സംഭവം എന്ന് പറയാൻ പറ്റുന്നത്. ഒരു കല്യാണം കഴിച്ച് കുറേ നാളുകൾ കഴിഞ്ഞ്, അത് റിലേഷൻഷിപ്പിലുണ്ടായൊരു പ്രോബ്ലമാണ്. നല്ല ഫാമിലി ലൈഫാണ് അവർ നയിച്ചുകൊണ്ട് വന്നത്. ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അവരുടെ ലൈഫിലില്ല. പെട്ടെന്ന് ഒരു ദിവസം ഈ പെൺകുട്ടി എന്തോ പറഞ്ഞതിന് ഈ ആൺകുട്ടി ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു. ഇതിനെ എടുത്തിട്ട് അടിച്ച് ശരിയാക്കി, ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇതിനെ ഉപദ്രവിച്ചു. അങ്ങനെ ഇതിൻ്റെ പാരൻസൊക്കെ വന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇനിയിപ്പോൾ വേറൊന്നും വേണ്ട, ഡൈവോഴ്സ് മതി എന്നുള്ള ഇതിലേക്ക് വന്നു. അങ്ങനെ അവർ കൗൺസിലിങ്ങിലേക്ക് വന്നു. ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയം ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ എന്താണ് പിന്നെ ഇങ്ങനെ ഇത്ര ദേഷ്യപ്പെടാൻ കാരണം എന്തെന്ന് ചോദിക്കുമ്പം ഈ ആൺകുട്ടിക്കൊന്നും പറയാനില്ല. എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പെരുമാറണമെന്ന് പ്രതീക്ഷിച്ചില്ല, ഞാൻ അങ്ങനെ ഒരാളായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇന്ന് വരെ ലൈഫിൽ അത് അങ്ങനെ ആ കുട്ടിയോട് പെരുമാറിയിട്ടുമില്ല. ഇങ്ങനെ ചോദിച്ചു വന്നപ്പോൾ പിന്നെ പാരൻസിലേക്കായി, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ ചോദിച്ചു. ആ സമയത്ത് ആദ്യം പറഞ്ഞ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ ഭയങ്കര ഹാപ്പി ലൈഫായിരുന്നു. പിന്നെ വീണ്ടും ചോദിച്ചു. അപ്പം ഇതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ, കണ്ടെത്തണമല്ലോ. വീണ്ടും ചോദിച്ചു. അങ്ങനെ ചോദിച്ചു വന്നപ്പം ഇവർ ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഭയങ്കര ആൽക്കഹോളിക് ആയിരുന്നു. അപ്പോൾ ഇവർ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും സെയിം. അന്നും ഈ ഒരു മാഡത്തിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു പീരീഡ് ഫുള്ള്. എന്നിട്ട് ഇവർ പ്രസവിച്ച് കഴിഞ്ഞ് ആൺകുട്ടിയാണെന്ന് അറിഞ്ഞ സമയം തൊട്ട് ഈ ആൾക്ക് മാറ്റം വന്നു. അയാൾ ഭയങ്കര ഹാപ്പിയായി. അന്ന് തൊട്ട് അയാളുടെ ലൈഫിൽ ചേഞ്ചായി. അയാളുടെ ആൽക്കഹോളിക്കൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഫാമിലിയിലേക്ക് ഫോക്കസ് ചെയ്ത് ഭയങ്കര സ്നേഹം. ഇവർ ഫാമിലി അവർ നിന്നെടുത്തു നിന്നൊക്കെ വേറെ സ്ഥലത്തേക്കൊക്കെ മാറി ഭയങ്കര ഹാപ്പി ലൈഫായി. പക്ഷേ ഈ ഒരു സ്വഭാവം കുട്ടിക്ക് എവിടെ നിന്നായിരിക്കും കിട്ടിയത്? ദേഷ്യം. അന്ന് ആ ആങ്കർ അന്ന് കിട്ടിയ സാധനമാണ് ഇത്. എന്തോ ഈ അമ്മ ഈ കുട്ടിയുടെ അമ്മ എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ ഒച്ച ഉയർത്തിയോ പറയുന്നത് ഇയാൾക്ക് ഇഷ്ടമല്ല. അപ്പം ഇയാൾ ആ സമയത്ത് ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെ ഈ ആൺകുട്ടിയുടെ ലൈഫിൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്തോ ഒച്ച ഉയർത്തി പറഞ്ഞപ്പോൾ ട്രിഗർ ആയത് ആ പോയിന്റാണ്. അപ്പോഴേ അതങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ആക്ഷൻ എടുക്കണം, ഇതാണ് അതിൻ്റെ പ്രതിവിധി എന്നാണ് അതിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അന്ന് കൊടുത്ത മെസ്സേജ്, അല്ലെങ്കിൽ അത് കൊണ്ടുപോയ കാര്യം. അപ്പം അത് ആ സമയത്ത് ട്രിഗറായി, ആ സമയത്ത് അവിടേക്ക് പോയി ആ രീതിയിൽ ആക്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ ശരിക്കും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് വളരെ കെയർഫുള്ളായിട്ടായിരിക്കണം. കാരണം ഒരു ഭാവി തലമുറയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആരായിരിക്കണം എന്ന് വരെ ഒരു ഡെസിഷൻ ഈ സമയത്ത്. ഡെസ്റ്റിനി ഉണ്ടായിരിക്കാം, പക്ഷേ നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാമല്ലോ, നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാമല്ലോ. അപ്പം ആ ഒരു ഇതിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഇവിടെ വെച്ച് അതിന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത്, എനിക്ക് തോന്നുന്നു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ടൈം 10ാം ക്ലാസ്. അതെ, 10ാം ക്ലാസ് കഴിഞ്ഞാൽ സമാധാനമാണെന്ന് പറയും. എന്നിട്ട് പറയും ഇനി +2 കൂടിയും കഴിയണം. 8, 9 വരെ യാതൊരു കെയറിങ് ഒരു കാര്യത്തിനും ഒരു കൊടുക്കില്ല. 10 ആകുമ്പോൾ തുടങ്ങും, അങ്ങനെ പഠിക്കണം, ഇങ്ങനെ പഠിക്കണം, ഫുൾ A+ വേണം. ഇത് തന്നെയാണ് എല്ലായിടത്തും സംഭവിക്കുന്നത്. നമ്മുടെ ആ സ്വഭാവ പാറ്റേൺ രൂപപ്പെടുന്നത് ഈ ഒരു 0 to 8 ഇയേഴ്സിലാണ്. നമ്മുടെ പാറ്റേൺസ് ഉണ്ട്. അപ്പം അത് രൂപപ്പെടുന്നത് ഈ ഒരു ഏജിലാണ് വരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സമയം കൃത്യമായ 8 വയസ്സ് വരെ നമ്മൾ അവരെ കൂടെ നിന്ന് കൊണ്ടുപോക്കും. 9ാമത്തെ വയസ്സ് തൊട്ട് അവരെന്താണോ ആവേണ്ടതെന്ന് അതിലേക്ക് കണക്റ്റ് ആയി കഴിയും. പിന്നെ നമ്മളൊന്ന് ഗൈഡ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം മതി. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുഞ്ഞാവുമ്പോഴല്ല, സ്ത്രീകൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവരെ ഭയങ്കര ഹാപ്പി ആയി വെക്കണം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ ട്രെൻഡ് ആണെങ്കിലും പണ്ട് തമിഴ്നാട്ടിലാണെങ്കിൽ വളകാപ്പ് പോലത്തെ ഫങ്ഷൻസ് ഒക്കെ വെക്കുന്നത് ഈ എന്താ പറയാ അവരുടെ മനസ്സ് ഹാപ്പി ആക്കാനാണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ മോഡേൺ ട്രെൻഡിലേക്ക് വരുമ്പോൾ ആക്ച്വലി അതൊരു സ്ട്രെസ്സാണ്. ഏത് സാരി ചുറ്റും, ഇനി അതെന്താക്കും, ഇത് എന്ത് ചെയ്യും, അത് അല്ലെങ്കിൽ ഇനി ഇതിപ്പോ എല്ലാവരും അത് ചെയ്ത് അത് ഇവരുടെ ജീവിതത്തിൽ നടന്നില്ലെങ്കിൽ അത് വീണ്ടും സങ്കടമാണ്.
അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് ഹാപ്പി ടൈം അതിനേക്കാൾ കൂടുതൽ ഷോ ഓഫ് ടൈമും കൂടിയായി മാറി. അതല്ലെങ്കിൽ എന്താ പറയാ, ആ സമയത്ത് കുറച്ചുകൂടി ടെൻഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നുണ്ട് സ്ത്രീകൾക്ക്. ഇത് കുഞ്ഞുങ്ങളെ എങ്ങനെയായിരിക്കും ബാധിക്കുന്നുണ്ടാവുക? ആ പ്രഗ്നന്റ് ആയിരിക്കുന്ന ലേഡിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്താണോ ആ ഒരു കാര്യങ്ങൾ മാത്രമായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പറഞ്ഞ പോലെ ചുറ്റും പല കാര്യങ്ങളും നടക്കും. പക്ഷെ ഇത് നിനക്ക് ഓക്കെ ആണോ, ഇത് നമുക്ക് അങ്ങനെ വേണോ, ഐ ആം ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാം. അപ്പം നമ്മളുടെ മൂഡ് എന്താണോ അതാണല്ലോ ഉള്ളിലെ കുട്ടിയുടെ മൂഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ ആൾക്കും ഉള്ളിലെ കുഞ്ഞിനുമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ടെൻഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എനിക്കിത് ഓക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യുന്നു. മറ്റൊരാൾക്ക് ഓക്കെ ആയതുകൊണ്ട് ഇപ്പം ചിലർക്ക് അങ്ങനെ ഷോ ഓഫ് കാണിക്കുന്നത് ഇഷ്ടമാണ്. അവർ ആ മൂഡിൽ ഭയങ്കര ഹാപ്പിയാണ്, അതുകൊണ്ട് അവർക്ക് നോ പ്രോബ്ലം. പക്ഷെ എനിക്കത് ഇഷ്ടമല്ലെങ്കിൽ അവിടെ നമ്മൾ നോ, എനിക്കത് ആവശ്യമില്ല എന്ന് പറയാനുള്ള ആർജവമുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നമില്ല. കാരണം ഞാനാണ് എടുക്കുന്നത്. ചുറ്റും നിൽക്കുന്നവർക്ക് പലതും പറയാം, ഇത് വേണം അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് കരുതും എന്നൊക്കെ. പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളിലൊരു ഹാപ്പിനെസ് ഉണ്ട്. എനിക്കിത് ചെയ്തില്ലെങ്കിലും ഐ ആം ഓക്കെ, ഫുൾ ഹാപ്പി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാസ്ക് ഇട്ടല്ല, എനിക്കിത് ചെയ്യാൻ. യെസ്, അവിടെ എൻ്റെ ഹാപ്പിനെസ്സാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. എനിക്ക് ഹാപ്പി കിട്ടുന്നെങ്കിൽ ഞാൻ ചെയ്യും, എനിക്ക് ഹാപ്പി ഇല്ലെങ്കിൽ ഞാനത് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ കുട്ടി ഓക്കെ, ഐ ആം ഓക്കെ. ഞാൻ ചോദിക്കാം, നമ്മൾ ഈ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുകൾ ഉണ്ടാവരുത് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ മനസ്സ് വിഷമിക്കരുത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മുടെ സറൗണ്ടിങ്, ഇപ്പൊ നമ്മൾ ജോയിന്റ് ഫാമിലിയിൽ താമസിക്കുകയാണെന്നിരിക്കെ ഇപ്പൊ ആ വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ അവിടെ അങ്ങനത്തെ എന്നുവെച്ചാൽ പുറമേ നടക്കുന്ന പ്രശ്നങ്ങൾ, അത് ഈ കുഞ്ഞിനെ ബാധിക്കുമോ? പുറമേ നടക്കുന്ന പ്രശ്നങ്ങൾ ബാധിക്കും. കാരണം ആ സംഭവങ്ങൾ അവിടെ നടക്കുമ്പോൾ ഇമോഷൻസ് എന്തായാലും ഇങ്ങനെ ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ കുഞ്ഞിനെ വഹിക്കുന്ന അമ്മയ്ക്കൊരു ടെൻഷൻ ഉണ്ടാവും. അത് കുട്ടിയെ ബാധിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പുറമെ ഒരാൾ പറയുന്നത് പോലും കേട്ടെടുക്കാനുള്ള കഴിവ് ഈ കുട്ടിക്കുണ്ടല്ലോ. അപ്പോൾ അവിടെ എന്ത് നടന്നാലും സറൗണ്ടിങ്സ് നടക്കുന്നതും അത് അബ്സോർബ് ചെയ്യും, അതിനെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സ്വന്തമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കുഞ്ഞിനോട് സംസാരിക്കാൻ വരെ അവസരമുണ്ട്. പേടിക്കണ്ട കേട്ടോ, ഇതൊന്നും നമ്മളെ പറയുന്നതല്ല കേട്ടോ, നമ്മളെ ഒന്നും ബാധിക്കില്ല കേട്ടോ, നമുക്കതിനിങ്ങനെ പറഞ്ഞു കൊടുക്കാം. കാരണം അമ്മയ്ക്കറിയാം ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഇമോഷൻ ഉണ്ടാവുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെയും അത് ബാധിക്കും. അപ്പോൾ അവിടെ അതിനെ നമ്മളെ സമാധാനിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കും, സെൽഫിനും നടക്കും, നമ്മുടെ ഉള്ളിലെ കുഞ്ഞിനും നടക്കും. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ, നല്ല മീൻസ് നമുക്ക് ഹാപ്പിനെസ് തരുന്ന മെഡിറ്റേഷൻ, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കാണുക, കേൾക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പ്രെയറൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒരു കറക്റ്റ് ടൈമിന് ആ ഒരു പ്രെയറിലൊക്കെ ഇരിക്കുക. ഇതെല്ലാം പോസിറ്റീവ് എനർജി കൊടുക്കുന്ന എന്തും നമുക്ക് ചെയ്യാം. ഓക്കെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഗർഭിണിയായ സ്ത്രീകൾ നടക്കുന്ന സമയത്തെ കയ്യിലൊരു ഇരുമ്പിന്റെ ആണി കൊടുക്കും, എന്നുവെച്ചാൽ പേടിക്കാതിരിക്കാനാണെന്ന് പറയും. അങ്ങനെ ചില ആൾക്കാർ, ഇപ്പൊ എന്റെ അമ്മേനെ ഗർഭിണിയായിരുന്ന സമയത്ത് എന്റെ അമ്മൂമ്മ കിണറ്റിൽ വീണിട്ടുണ്ട്. എന്റെ അമ്മ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ എല്ലാവരും പറയും അമ്മൂമ്മ ഈ വീണതുകൊണ്ട് ഒന്നും പറ്റിയില്ല, അമ്മ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നീച്ചു വന്നത്. അപ്പോൾ അതിന്റെ ഒരു ധൈര്യമാണ് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയത്, അതുകൊണ്ടാണ് എൻ്റെ അമ്മ ഭയങ്കര ബോൾഡ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതെന്ന് പറയും. അങ്ങനെ നമ്മുടെ എന്താ പറയാ, നമുക്ക് ഉണ്ടാവുന്ന ഫിസിക്കൽ ഹേർട്സ്, ഇപ്പൊ വീഴുക, അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് എന്താ പറയുക അസുഖങ്ങളൊക്കെ വരാം, അതൊക്കെ ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും അവരുടെ സ്വഭാവത്തെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ ആ അമ്മമ്മ വീണ സമയത്ത് ഭയങ്കര ബോൾഡ്നെസ് ആണ് പുള്ളിക്കാരത്തി ഹോൾഡ് ചെയ്തിരുന്നത് കൊണ്ട് ഉള്ളിലെ കുഞ്ഞും അതെടുത്തു. ഒരാൾക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ബസ്സിൽ യാത്ര ചെയ്ത് പോയ സമയത്ത് ഈ കുഞ്ഞിന് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇവർ പോയ ബസ് ഒന്ന് വേറൊരു ഇതിലേക്ക് ഇടിച്ചൊന്ന് മറിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ ഈ അമ്മ ഭയങ്കരമായിട്ട് അലറി കരഞ്ഞ് വിളിച്ച് ഭയങ്കരമായിട്ട് പേടിച്ച്. ഈ കുട്ടിക്ക് കുറച്ച് വയസ്സുണ്ട്, ഇപ്പോഴും ബസ്സിൽ പോകുമ്പോൾ ബസ് സ്പീഡിൽ പോയാൽ ഭയങ്കര പേടിയാണ്. അപ്പം ഹാർട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങും. എനിക്കെന്താ ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു. എനിക്ക് ഇങ്ങനെ ബസ്സിലൊക്കെ പോകാൻ ഭയങ്കര പേടിയാണ്, എന്തെങ്കിലും സ്പീഡുള്ള വാഹനത്തിൽ പോകാൻ പേടിയാണ്, ഉയരത്തിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ താഴോട്ട് വീണ് പോകുമോ എന്നുള്ള ഫിയറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുള്ള ബേസ് എന്താണ് ഇങ്ങനെ ചോദിച്ചു വന്നപ്പോഴാണ് ഒരു ദിവസം അമ്മ ഇങ്ങനെ യാത്ര ചെയ്ത സമയത്ത് ബസ് ഏകദേശം ഇങ്ങനെ മറിഞ്ഞ പോലെ ഒരു സൈഡിലേക്ക്. അന്ന് ആ ഭയങ്കരമായിട്ട് ആ പുള്ളിക്കാരത്തെ അല്ലാതെ കരഞ്ഞ് വിളിക്കുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്തു. സെയിം എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഈ കുട്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്, അന്ന് കിട്ടിയ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ നമ്മളെങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ്.
ആ സമയത്ത് പ്രത്യേകിച്ച് ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മ എങ്ങനെ ഫേസ് ചെയ്യുന്നു അതാണ് കുട്ടി എടുക്കുന്നത്. ഇതിനെ എങ്ങനെ ഫേസ് ചെയ്താൽ മതി. അപ്പം അന്ന് അവർ ഭയങ്കര പാനിക്കാവുകയാണ് ചെയ്തത്. ഇതിനും ബസ്സിലും ഒക്കെ സ്പീഡിൽ പോകുമ്പോൾ പാനിക്കാവും. ഓക്കെ, അത് അതിന്റെ റിഫ്ലക്ഷൻ ആണ് എന്നുള്ളത്. റിഫ്ലക്ഷനാണ്. നമ്മൾ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞ് കുറച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ തീയൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് പിടിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. അപ്പൊ നമ്മൾ പറയും പൂവാണ്, അല്ലെങ്കിൽ അത് തൊടരുത്, നമ്മൾ പേടിപ്പിക്കും അവരെ. ആ പേടി പിന്നെ അവരുടെ ലൈഫ് ലോങ് അവർ ക്യാരി ചെയ്യും. പിന്നെ നമുക്കിപ്പോഴും തീ തൊടാൻ പേടിയാണ്. മേ ബി അന്ന് നമ്മളോട് അത് പറഞ്ഞത് നമ്മുടെ മൈൻഡിൽ ഫീഡ് ആയതായിരിക്കാം. അത് നല്ലതാണ്, മേ ബി നമ്മളെ ഹേർട്ട് ആവാതെ രക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇപ്പൊ എന്താ പറയാ, കോണിപ്പടി കയറിപ്പോയി കഴിഞ്ഞാൽ അവിടെ ഭൂതം നിൽക്കുന്നുണ്ട്. അവർ കുഞ്ഞുങ്ങൾ ആ കോണിപ്പടി കയറിപ്പോയി വീഴാതിരിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും സ്നേഹത്തിന്റെ പേരിൽ പറയുന്നതാണ്. പക്ഷേ ഇന്നും ഒരുപാട് പേര് അതിൽ പെട്ടുകിടക്കുന്നവരുണ്ട്. എന്നുവെച്ചാൽ ആ ഒരു പേടി കാരണം ഇരുട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ പേടിയുള്ളവര്, ഒന്ന് കറന്റ് പോയി കഴിഞ്ഞാൽ അലറി വിളിക്കുന്നവര്, അങ്ങനെ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം സജഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തീയുടെ അടുത്തേക്ക് തീ പൊള്ളും. ഇത് കുട്ടിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അത് നമ്മൾ വലിയ ഇതിലേക്കല്ല, ഒരു ചെറിയ ഒരു മെഴുകുതിരി നാളത്തിലെങ്കിലും അവരൊന്ന് ടച്ച് ചെയ്താൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അവർ മനസ്സിലാവും തീ പൊള്ളുമെന്നുള്ളത്. പിന്നെ എവിടെ കണ്ടാലും അതിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കും. ഇപ്പം ഇരുട്ടുള്ളിടത്തോട്ട് പോട്ടെ, നമ്മളൊന്ന് സപ്പോർട്ടായിട്ട് പുറകെ നിന്നു കൊടുത്താൽ മതിയല്ലോ. അവിടെ പോകരുത്, അവിടെ ഇന്നതുണ്ടോ എന്ന് പേടിപ്പിക്കുന്നതിന് പകരം ജസ്റ്റ് അലൗ ദം. അവർ ജസ്റ്റ് ഒന്ന് പോട്ടെ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇരുട്ടിൽ അവന് പേടിയാണ് വരുന്നതെങ്കിൽ നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക, ഞാനുണ്ട് നിൻ്റെ കൂടെ എന്നുള്ള ഒരു മനസ്സുണ്ടായി ഒരു ഉറപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പകരം നമ്മൾ ചെയ്യുന്നത്, ഇപ്പം ഞാൻ എൻ്റെ ചേച്ചിയുടെ മോളൊക്കെ മൊക്കൊരു കുഞ്ഞുണ്ട്, അവനിങ്ങനെ മേശപ്പുറത്തൊക്കെ കയറുമ്പോൾ ഞാൻ അയ്യോ വീഴുമെന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ചേച്ചിയുടെ മോള് പറയും പേടിക്കണ്ട, കുഴപ്പമില്ല, അവന് കയറിക്കോട്ടെ. അപ്പം നമ്മൾ അവിടെ ഒരു സപ്പോർട്ടായിട്ട് നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അരുത് എന്ന് പറയുന്നതിനെക്കാട്ടി അല്ലോ ചെല്ലട്ടെ, ചെന്ന് കഴിയുമ്പം ബാക്കിൽ ഞാനുണ്ട്, നിന്നെ അങ്ങനെ വീഴാൻ ഞാൻ അനുവദിക്കില്ല, ഞാൻ ഐ ആം ദെയർ എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ നോ പ്രോബ്ലം. അപ്പം നമ്മൾ കോൺഫിഡൻസ് ആണ് കൊടുക്കുന്നത്. അത് ആ ഒരു കോൺഫിഡൻസ് ആണ്. അത് അവരുടെ ലൈഫിൽ ഏത് ചലഞ്ച് വന്നാലും അവരെ നേരിടാൻ അത് സഹായിക്കുകയും ചെയ്യും. അപ്പം അരുത് എന്നുള്ളതിനെക്കാട്ടിലും ജസ്റ്റ് അവരെ അനുവദിക്കുക, ജസ്റ്റ് അനുവദിക്കുക. അവരൊരു അപകടത്തിലും പോകുന്നു. ഇപ്പം നമ്മൾ പറയില്ലേ യൂണിവേഴ്സ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ കുട്ടിക്ക് അവരുടെ അച്ഛനും അമ്മയും എൻ്റെ പ്രൊട്ടക്ഷനായിട്ട് എൻ്റെ കൂടെയുണ്ട്. അതാണ് ആ ഒരു ഫീലിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊപ്പം ഉണ്ടാകും. യെസ്, ആ പ്രൊട്ടക്റ്റഡ് ആണോ എന്നുള്ളൊരു ഫീലിംഗ് അതാണ്. പകരം നമ്മൾ അങ്ങനല്ല ചെയ്യുന്നത്, നമ്മൾ അവരുടെ കൂടെ നിന്നങ്ങ് ചെയ്യും. അവരെ അനുവദിക്കുക ചെയ്യാൻ. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞാനുണ്ട് എന്നുള്ള ആ ഒരു ഇതിലേക്ക്. നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ കുഞ്ഞുങ്ങൾ വീഴുമ്പോൾ, പണ്ട് കാലത്തൊക്കെ കുഞ്ഞുങ്ങൾ വീണ് കഴിഞ്ഞാൽ പിന്നെ കരച്ചിലായി ഓടിച്ചെന്ന് എടുത്തു വായി. ഇന്നത്തെ കാലത്ത് പക്ഷെ അങ്ങനെയല്ല, കുഞ്ഞുങ്ങൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നിൽക്കും. അപ്പൊ നമ്മൾ കാണാം കുഞ്ഞുങ്ങൾ തന്നെ എണീച്ച് പൊക്കോളും. ചെറിയൊരു വേദന ഉണ്ടെങ്കിൽ അത് തന്നെ സ്വന്തമായി തട്ടി പോവും. അതൊരു രീതിയിൽ നല്ലതല്ലേ? കാരണം ഒരു സ്ഥലത്ത് വീഴുമ്പോൾ അവിടെ നിന്ന് നീച്ചു പോകണം, അല്ലെങ്കിൽ അതല്ല ഇതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് മനസ്സിലാക്കി കൊടുക്കല്ലേ ഇൻഡയറക്ട്ലി അത്. യെസ്, വീഴുമ്പോൾ എഴുന്നേക്കാൻ അനുവദിക്കുന്നത് നല്ലത് തന്നെ. അത് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെല്ലണം. കാരണം കുട്ടി അവിടെ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാവും എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ വന്ന് ആ സമയത്ത് എന്നെ ഒന്ന് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ. അപ്പം നമ്മളവിടെ ചെല്ലാതിരിക്കുമ്പോൾ കുട്ടിക്ക് വേറൊരു ഇമോഷൻ അവിടെ വരും, എന്നെ ഇഷ്ടമല്ല. രണ്ട് രീതിയിലും അത് വരും. കാരണം വീണ് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ തന്നെ അവസരം കൊടുക്കുക തന്നെ. അപ്പോൾ ചെന്ന് വീണായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് കൊഞ്ചിച്ചെടുത്ത് അപ്പൊ അവന് മനസ്സിലാവും ഞാൻ വീഴുമ്പോൾ എൻ്റെ കൂടെ ആളുണ്ട്, വീണാൽ എനിക്ക് തനിയെ എഴുന്നേക്കാനും. രണ്ട് പാഠങ്ങൾ ഒരേ സമയം നമുക്ക് അതിലൂടെ കൊടുക്കാൻ പറ്റും. ആ ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ഒരു ഇത് ഓപ്ഷനും ഉണ്ട്. പ്ലസ് ഐ ആം ദെയർ എന്ന് പറയുന്ന ആ ഒരു ഇതും അവർക്ക് കൊടുക്കാൻ പറ്റും. അത് അവരെ, കാരണം അവരുടെ ഇമോഷണലി നീഡായിരിക്കും അത്. കാരണം ആ സമയത്ത് ഇപ്പം നമ്മൾ പറയും, നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ എൻ്റെ കയ്യിലൊന്ന് പിടിച്ചിരുന്നെങ്കിൽ, എന്നെ ഒന്ന് ടച്ച് ചെയ്തിരുന്നെങ്കിലെന്ന്. അത് നമ്മുടെ ഇമോഷണൽ നീഡാണ്. അത് സാറ്റിസ്ഫൈ. അപ്പം ഒന്നും പറയണ്ട, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഐ എം ഓക്കെ. ഇത് തന്നെ ആയിരിക്കും കുട്ടിയും ആഗ്രഹിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ എൻ്റെ അമ്മ വന്നൊന്ന് സാരമില്ല എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ, അത് ഇതില് ഒപ്പം തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും ഇടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാ, ഇടിച്ച സ്ഥലത്തിന് 2 അടി കൊടുക്കും. അത് വളരെ തെറ്റാണ്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ തന്നെ വേദനിപ്പിക്കുന്നവരെ താൻ വേദനിപ്പിക്കണം എന്നുള്ള ഒരു ലെസൺ അല്ലേ അവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. അതും ഉണ്ട്. ഇത് ഇപ്പം അവനായിരിക്കുമല്ലോ ചെന്ന് ഇടിച്ചത്. അപ്പം അവന്റെ ഭാഗത്തൊരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നിനക്ക് തെറ്റൊന്നുമില്ല, അവിടെയാണ് പ്രശ്നക്കാരനെന്ന്. പക്ഷെ അല്ല,
നമുക്കൊരു ഇത് തെറ്റ് പറ്റിയാൽ അല്ലെങ്കിൽ നമുക്കൊരു ഒന്ന് ഇടറിയാൽ എനിക്ക് ഇടറി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണ്ടേ, അല്ലെങ്കിൽ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാനാണ് ചെന്ന് ഇടിച്ചത്, അപ്പം ഞാൻ ഇനി അത് സൂക്ഷിക്കണം, ഞാൻ കെയർഫുൾ ആവണം എന്നൊരു മെസ്സേജ് നമുക്കവിടെ കൊടുക്കാൻ പറ്റും. നമ്മൾ പകരം തറയിലടിക്കുമ്പോൾ ഈ മെസ്സേജാണ് കൊടുക്കുന്നത്, നിനക്ക് നീ ഒന്നും പ്രശ്നക്കാരനല്ല, ബാക്കി ചുറ്റുമുള്ളവരാണ്, നിന്റെ ചുറ്റും നിൽക്കുന്നവരാണ് പ്രശ്നക്കാര് എന്ന് നമ്മളാണ്. അതുകൊണ്ടാണ് ആളുകൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, നമ്മൾ അവരങ്ങനെ ചെയ്തിട്ടാണ് എനിക്കിത് പറ്റിയത്, നമ്മളെപ്പോഴും മറ്റുള്ള ബ്ലെയിം ചെയ്യാൻ തുടങ്ങും, ഫോക്കസ് ചെയ്യാൻ. ഒന്നും എൻ്റെ കുഴപ്പക്കാരൻ ഞാനല്ല, ഐ ആം ഓക്കെ, ദേ ആർ നോട്ട് ഓക്കെ എന്ന് പറഞ്ഞുള്ള ഇതിലേക്ക്, അത് നമ്മളെ വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോയില്ല. നമ്മൾ ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന ഈ ട്രോമകള് അതിൽ എപ്പോ മുതലാണ് നമുക്ക് ഹീലിംഗ് കൊടുക്കാൻ സാധിക്കുക? കുട്ടികൾക്ക് ഗർഭസ്ഥ ശിശുക്കൾ മുതൽ ഇത്തരത്തിൽ ട്രോമകളുടെ ഭാഗമാകാം. അവർക്കുണ്ടാവുന്ന ഈ ട്രോമകള് എത്ര വയസ്സ് മുതൽ അത് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ എന്ന് മുതലാണ് നമുക്ക് ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് കൊടുക്കാൻ സാധിക്കുക? നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒരു 15 ഇയേഴ്സിന് മുകളിലുള്ളവർക്കാണ് കൊടുക്കുന്നത്. റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങുന്നത് ചിലപ്പോൾ ഇപ്പൊ 8 വയസ്സ് വരെ ആകുമ്പോൾ നമ്മുടെ പാറ്റേൺ അവിടെ രൂപം കൊണ്ടു കഴിഞ്ഞു, നമ്മൾ എങ്ങനെയാണ് ബിഹേവിയർ 9 വയസ്സിലേക്കൊക്കെ. പിന്നെ നമുക്ക് വാച്ച് ചെയ്താൽ മനസ്സിലാവും ആ ഒരു കുട്ടി ഓരോ സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ചില കുട്ടികളുണ്ടല്ലോ വലിച്ചെറിയുക, സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ വാശി പിടിക്കുക. വലുതാവുമ്പോഴും ഒരു 10, 11, 12 വയസ്സിലെ ആ ഏജ് തൊട്ടൊക്കെ തന്നെ അത് ഇതിൻ്റെ റിഫ്ലക്ഷനാണ്. അവിടെ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഏറ്റവും കൂടുതൽ അപ്പോഴൊക്കെ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്ത് പിന്നെ ഒരു അഡൾട്ട്ഹുഡ് ലൈഫിലേക്ക് വരുമ്പോഴാണ്, ഒരു സ്വന്തമായിട്ടുള്ളൊരു ലൈഫിലേക്ക് വരുമ്പോഴാണ് മുഴുവൻ ഓരോന്നോരോന്നായിട്ട് പുറത്തു ചാടാൻ തുടങ്ങുന്നത്. പിന്നെ കുട്ടികൾക്ക് നമുക്കിപ്പോൾ ഹീലിംഗ് കൊടുക്കുന്നതിന് പകരം അവരുടെ അമ്മമാർ ഹീൽ ചെയ്താൽ മതി. അമ്മമാർ ഹീൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഹീലിംഗ് കുട്ടികളിലേക്ക് വരും. നമുക്ക് മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഹീലിംഗ് ഒന്നും കൊടുക്കണ്ട. പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുഞ്ഞുങ്ങളെ കൊണ്ട് വേണമെങ്കിലും ചെയ്യിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മാത്രം മതി. പക്ഷെ പൂർണ്ണമായിട്ട് ഹീലിംഗ് സംഭവിക്കുന്നത് അമ്മയിലാണ്. അമ്മയെ ഹീലിംഗ് അതിന് നമുക്ക് ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. അമ്മയുടെ ഹീലിംഗ് നടക്കുമ്പോൾ കുഞ്ഞിന് അത് നല്ല രീതിയിൽ നല്ല രീതിയിലേക്ക് വരും. കാരണം അമ്മ ടെൻഷൻ ആയിരുന്നാൽ കുട്ടിയും ടെൻഷൻ ആയിരിക്കും, അമ്മയുടെ ഇമോഷൻ ആയിരിക്കും കുട്ടി ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ അമ്മ ഹാപ്പി ആണെങ്കിൽ കുട്ടിയും ഹാപ്പി ആയിരിക്കും. അപ്പൊ അമ്മ ഇവിടെ ഹീൽ ചെയ്യുമ്പോൾ കുട്ടിക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ വരും. അങ്ങനെ എക്സാമ്പിൾസ് ഉണ്ട്, ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ക്ലയന്റ് വന്നതില്ല, പുള്ളിക്കാരത്തിയിൽ ഹീലിംഗ് സംഭവിച്ചപ്പോൾ കുഞ്ഞിന് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വന്നു. അതിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ലൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം, ഒരു ട്രോഫി കിട്ടണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം. അതൊക്കെ ഈ അമ്മയിൽ ഹീലിംഗ് സംഭവിച്ചപ്പോൾ ആ കുഞ്ഞിനത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റി. അപ്പം അമ്മ ആ ഇമോഷണലി ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. മറ്റേത് എപ്പോഴും കുട്ടിയെക്കുറിച്ച് ആദ്യമാണ്, എൻ്റെ കുഞ്ഞിന് അത് സാധിക്കുമോ, എൻ്റെ കുഞ്ഞിന് ഇത് നടക്കുമോ, അല്ലെ എൻ്റെ കുഞ്ഞ് എന്തായിത്തീരും. പക്ഷെ ഇവിടെ ഇമോഷണലി ഹീലാകുമ്പോൾ ആ ഹാപ്പിനെസ്സിലേക്ക് ലവിലേക്കൊക്കെ വരുമ്പോൾ ആ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് അലൈൻഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ സംഭവിക്കുന്നത് മാജിക്കലായിരിക്കും. നമ്മുടെ ഇമോഷൻസ് ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും യൂണിവേഴ്സുമായിട്ടാണ് കണക്റ്റ് ആവുന്നത്. യൂണിവേഴ്സിൻ്റെ എനർജി ഹാപ്പിനെസ് ആണ്, ലവാണ്. അതിൽ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് കാര്യങ്ങൾ വരും. അമ്മ ഹീലാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഹീലാവുന്നതാണ്. നമുക്കറിയാം ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ സ്വന്തം കുഞ്ഞിനെ തന്നെ ഉപദ്രവിക്കാൻ തോന്നുന്ന ഒരു അവസ്ഥ. നമ്മളിപ്പോ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ കണ്ടതാണ് കൊച്ചിയിൽ ഒരു അമ്മ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കൊല്ലുന്നത്. അങ്ങനെ എന്ന് വെച്ചാൽ അത് ഭയങ്കര ഭീകരമായ അവസ്ഥയാണ്. ഇപ്പൊ എന്റെ ചേച്ചിമാരൊക്കെ ഡെലിവറി കഴിഞ്ഞിരിക്കുമ്പോൾ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവര് പറഞ്ഞു വെക്കുന്ന ഒരുപാട് ഡിപ്രഷന്റെ അവസ്ഥകളുണ്ട്, ഈ പോസ്റ്റ് പാർട്ടത്തിന്റെ അവസ്ഥകൾ. എന്ന് വെച്ചാൽ ദേഷ്യം വരിക, അവർക്ക് വേണമെന്ന് വെച്ചിട്ടല്ല, പക്ഷെ ദേഷ്യം വരികയാണ്. എനിക്ക് തോന്നുന്നു അവർക്ക് ആ സമയത്ത് കിട്ടുന്ന ഒരു ലോൺലിനെസ് ആയിരിക്കാം ഇതിന് റീസൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എങ്ങനെയാണ് അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? ഇത് കുഞ്ഞുങ്ങളെ ഏതെങ്കിലും രീതിക്ക് ബാധിക്കും? ഇപ്പം ഈ ഒരു ഡെലിവറി എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനാണ്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ട്രോമയെ കൂടെയാണ് അവർ കടന്നു പോകുന്നത്. പക്ഷെ പുറത്ത് നിൽക്കുന്നവർ അവരുടെ ഫോക്കസ് മുഴുവൻ കുഞ്ഞിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും. ചിലപ്പം ഇവരാഗ്രഹിക്കുന്ന ഒരു കെയർ, ഇവർ ഇത്രയും ഒരു ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ചുറ്റുമുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ കുഞ്ഞിന് പാല് കൊടുത്തില്ലെങ്കിൽ, എഴുന്നേറ്റിരുന്നില്ലെങ്കിലൊക്കെ പ്രശ്നങ്ങളാണ്. എന്താ കൊടുത്താലെന്താ, ഞങ്ങളും ഇതൊക്കെ കഴിഞ്ഞ് വന്നതാണ്, ഞങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിരുന്നില്ലേ, കൊടുത്തില്ലേ. ഓരോരുത്തരുടെ ബോഡി, ഓരോരുത്തരുടെ മൈൻഡ്, ഇതൊക്കെ പലതരത്തിലാണ്. ഓരോ കാര്യങ്ങളും അവർ അഫക്റ്റ് ചെയ്യുന്നത്. പക്ഷെ പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഇത് മനസ്സിലാവാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ചിലർക്ക് പറയില്ലേ കുഞ്ഞ് വേണ്ടായിരുന്നു. കാരണം കെയർ മുഴുവൻ കുട്ടിക്കാണ് പോകുന്നത്. അപ്പം
ഇത് ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ കേട്ടൊരു ചോദ്യമാണ്. എന്താണ് കുട്ടിയെ പോലെ പ്രാധാന്യം എനിക്കില്ലേ? ഞാൻ ഇതൊക്കെ ഹാൻഡിൽ ചെയ്ത് എനിക്ക് ഉറക്കമില്ല, എൻ്റെ ബോഡി പെയിനാണ്, എന്നിട്ട് എനിക്ക് ആ ഇത് കെയർ കിട്ടുന്നില്ല. എല്ലാവർക്കും കൊച്ചിനെ മാത്രം മതി. പക്ഷെ അവരും വളരെ കെയർ ആഗ്രഹിക്കുന്ന പിന്നെ എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലും അവരിലും ഈ മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത് കുഞ്ഞിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കും? ചിലപ്പം അടുത്തിരിക്കുന്നത് എൻ്റെ കുഞ്ഞാണെന്ന് പോലും അറിയാത്ത അവസ്ഥകൾ ഉണ്ടാകാം. ഒരാൾ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെ അല്ല ചോദിച്ചത് എൻ്റെ ഹസ്ബൻഡ് എവിടെ നടന്ന കാര്യമാണ്. കാരണം അപ്പം അവരുടെ മനസ്സിൽ അവരപ്പോഴും അവർക്കപ്പോഴും വേണ്ട ഒരു കെയറും സപ്പോർട്ടും ഒക്കെയാണ്. അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനും അവരനുഭവിച്ച പെയിന് ഒന്ന് ഷെയർ ചെയ്യാനും പറ്റുന്ന ഒരാൾ. അപ്പൊ കുഞ്ഞവിടെ കിടക്കുന്നൊന്നും നോക്കില്ല. ഞാൻ എത്ര ഇതിലൂടെ കടന്നുപോയി, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ ഹസ്ബൻഡാണ്. പലരും പറയില്ലേ ഡെലിവറി ടൈമിൽ ഹസ്ബൻഡ് കൂടെ വേണമെന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഇതിന്റെ ഒരു ഇമോഷണലി അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അത് കിട്ടാതെ വരുമ്പോൾ അങ്ങനെ വന്നും ചിലപ്പോൾ കുഞ്ഞുങ്ങളോട് വെറുപ്പുണ്ടാവും. പക്ഷെ കുഞ്ഞിനൊന്നും അറിയില്ല. ഈ വെറുപ്പ് ഭാവിയിലെ കുഞ്ഞിൽ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ആ മദർ വൂണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അതവിടെ ഉണ്ടാവും. ഇപ്പം എൻ്റെ അമ്മയ്ക്ക് എന്നെ വേണ്ട, എന്നെ ഇഷ്ടമല്ല, ഇങ്ങനെയൊക്കെ ഉള്ള കുറേ പ്രശ്നങ്ങൾ കുട്ടിക്കുണ്ടാവുകയും അത് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. കാരണം അമ്മയാണ് റിലേഷൻഷിപ്പിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ അമ്മയാണ്. ആ കാരണം അമ്മയായിട്ടാണല്ലോ നമുക്ക് ആ പുക്കിൾക്കൊടി ബന്ധം ഇരിക്കുന്നത്. എല്ലാ റിലേഷൻഷിപ്പിൻ്റെയും ബേസ് മദറാണ്. ആ മദറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഓക്കെ ആണെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലും റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് നോക്കിയാൽ മതി. നമ്മുടെ അമ്മയുമായിട്ട് നമുക്ക് അറിഞ്ഞോ അറിയാതെയോ പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ വളർന്നു കഴിയുമ്പോൾ നമ്മളതൊക്കെ അങ്ങ് മറക്കും. ഇതൊന്നുമില്ല, നമുക്കൊന്നും ഓർമ്മ കാണില്ല. പക്ഷെ കുഞ്ഞിലെ ചിലപ്പോൾ അമ്മ ഒന്ന് പിടിച്ച് തള്ളിയതായിരിക്കും, ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞതായിരിക്കും. ഇതൊക്കെ നമുക്ക് കൊണ്ടുണ്ടാക്കും. ആ മദർ കൊണ്ടെന്ന് നമ്മൾ അതിന് പറയും. ഓക്കെ. നമ്മൾ ഈ ലേബർ റൂമിൽ കയറി കഴിഞ്ഞാൽ മൊത്തം ചീത്തവിളിയാന്ന് കേൾക്കാറുണ്ട്. എന്നുവെച്ചാൽ പ്രസവിക്കുന്ന ആ സമയത്ത് ഭർത്താവിനെ ചീത്ത വിളിക്കുന്നു, ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ചീത്ത വിളിക്കുന്നു. കാരണം ആ പെയിനിൽ നിന്ന് വരുന്നതാണത്. പക്ഷെ ഇത് ഇപ്പൊ നമ്മൾ പറയുന്നത് അനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം കേൾക്കാമെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഇതും കേൾക്കുന്നുണ്ടാവും. അപ്പൊ അതും അവരിൽ ട്രോമയായി മാറിക്കൂടെ? യെസ്, മാറും. പക്ഷെ നമുക്ക് അവിടെ അമ്മയ്ക്ക് ഹീൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. യെസ്, അമ്മ അതിപ്പോ അങ്ങനെയൊക്കെ ആ സന്ദർഭത്തിൽ ഉണ്ടാകാം. ചിലർ കഠിനമായി അതിനെ ഒന്ന് ഹോൾഡ് ചെയ്തൊക്കെ പോകുന്നവരുണ്ടാകാം, ചിലർ ഓവർ റിയാക്ട് ചെയ്യുന്നവരുണ്ടാകും. എന്താണോ അപ്പം സംഭവിക്കുന്നത് അതിന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, കാരണം അപ്പോഴങ്ങനെ സംഭവിക്കും. അതിനെ അങ്ങനെ തന്നെ വിട്ടുകളയുക. അതിനുശേഷം ഈ അമ്മയ്ക്ക് കുട്ടിയോട് പറയാം, ഫൊർഗീവ്നെസ് ചോദിക്കാം. ഞാൻ നിന്നെ ആ ടൈമിൽ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ വാക്കുകൾ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം സോറി, പ്ലീസ് ഫൊർഗീവ് മീ, എന്നെ എന്നോട് ക്ഷമിക്കും. ഇത് എനർജറ്റിക്കലി കുട്ടിയിൽ വർക്ക് ചെയ്യും. ഓക്കെ. അങ്ങനെ അവർ തമ്മിലുണ്ടായിരിക്കുന്ന കുട്ടിക്ക് അതിന് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഹീൽ ചെയ്യാനുള്ള. മാമിന്റെ അടുത്തേക്ക് ഈ ഗർഭിണികളായ സ്ത്രീകൾ അല്ലെങ്കിൽ ഇപ്പോൾ പ്രസവിച്ചതിന് ശേഷമുള്ള സ്ത്രീകളൊക്കെ ഹീലിങ്ങിന് വരാറുണ്ടോ? യെസ്, കുഞ്ഞുങ്ങൾ. ഇപ്പം എനിക്ക് ഓൾറെഡി ഒരു കുട്ടിയെ ഞാനൊരു മെൻറ്ററിങ് ചെയ്യുന്നുണ്ട്. കുട്ടിക്ക് മെൻറ്ററിങ് വേണമെന്ന് പറഞ്ഞാണ് വന്നത്. ഞാൻ ഓക്കെ, അങ്ങനെ അവരുമായിട്ടുള്ള കണക്ട് ചെയ്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില കാര്യങ്ങളാണ് കുട്ടിക്ക് യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല, അച്ഛനുമായിട്ടും ഇല്ല, അമ്മയുമായിട്ടുമില്ല. അവരെ പറഞ്ഞ ഒരേ ഒരു കാര്യം, ഇവൾക്ക് ഞങ്ങളോട് യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ വന്നപ്പോൾ നമുക്കത് മനസ്സിലായി എവിടെയാണ് അതിൻ്റെ റൂട്ട് കോസുകൾ. അവരതിനെ ഹീൽ ചെയ്യാൻ റെഡിയായി, ഹീൽ ചെയ്തു, മാറ്റം ഉണ്ടായി. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്, കുട്ടി ഭയങ്കര സ്നേഹമാണ്. കാരണം അവിടെ അമ്മയാണ് ചെയ്തത്, അമ്മയോടാണ് പറഞ്ഞത് ഇത് ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, ഇതാണ് പ്രശ്നം, ആ റൂട്ട് കോസ് ഇതാണ്, ഇത്രയും ചെയ്താൽ മതി, അതങ്ങ് മാറിക്കോളും. അപ്പോൾ അവരതിന് റെഡിയായി, അവരതിൽ പൂർണ്ണമായി വിശ്വസിച്ചു, അതവർ ചെയ്തു, അവിടെ ചേഞ്ചും. ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നതാണ്? ഇപ്പം നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന പ്രോസസ്സ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നു എന്ന് വെച്ചാൽ ശരിക്കും ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നത്. പക്ഷെ നമ്മളിത് കോഴ്സായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് 90 ഡേയ്സ് പ്രോസസ്സാണ്. അതായത് നമുക്കൊരു 21 ഡേയ്സ് ആകുമ്പോൾ നമ്മളൊരു ചേഞ്ച് ആരംഭിക്കും, ഒരു 30 ഡേയ്സ് ആകുമ്പോൾ നമ്മളിലേക്ക് അത് ഇൻബിൽറ്റ് ആവും, ഒരു 90 ഡേയ്സ് ആകുമ്പോൾ നമ്മളതായിട്ട് അങ്ങ് മാറും. പിന്നെ നമ്മൾ അതിനെ അങ്ങ് കണ്ടിന്യൂ. ഇപ്പോൾ ആര് പ്രാക്ടീസ് ചെയ്താലും അത് ലൈഫ് ലോങ് പ്രാക്ടീസ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഈ ഇരിക്കുന്ന മൊമെൻറ്റിൽ കൂടി എനിക്കൊരു മുറിവുണ്ടാകും.
ഇപ്പം ഞാൻ ഓഫീസിൽ പോകുന്ന ഒരാളാണ്, എൻ്റെ ബോസ് എന്നോട് വളരെ കർശനമായിട്ടൊരു കാര്യം പറഞ്ഞു. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു എങ്കിലും പറഞ്ഞപ്പോൾ എനിക്കത് ഹേർട്ടായി. അപ്പോൾ എൻ്റെ സെൽഫിനൊരു ഹേർട്ടായി, എൻ്റെ ബോസ് അത് എന്നോട് പറഞ്ഞല്ലോ. അപ്പം ആ ഒരാളെ നമ്മൾ സമാധാനിപ്പിച്ചേ പറ്റുള്ളൂ. ഇതുകൊണ്ടാണ് ബോസ് അങ്ങനെ പറഞ്ഞത്, അല്ലാതെ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ സമാധാനിപ്പിക്കുക, അതിനെ ഹീൽ ചെയ്യുകയും ചെയ്യണം. ഡെയിലി പ്രോസസ്സാണ് നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്ന കോഴ്സായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതൊരു 90 days ആക്കിയാണ് നമ്മൾ ചെയ്യുന്നത്.